ഹേ ഗായ്സ്, കഴിഞ്ഞ വീട്ടിലാക്കിയ ഫ്ലവറാണിത്. ഇപ്പോൾ ഈ ഫ്ലവർ വെറുതെ വെക്കാനേക്കാട്ട് ഭംഗി ഫ്ലവർ വേസിലിട്ട് വെക്കുന്നതല്ല. അപ്പം നമുക്കതിന് വേണ്ടിയിട്ടൊരു കുട്ടി ഫ്ലവർ വേസ് ആക്കി നോക്കാം. എനിക്ക് ഈ വലുപ്പത്തിലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മിഡിൽ പോർഷൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ പ്ലാസ്റ്റിക് പേപ്പർ വെച്ചൊന്ന് കവറാക്കി. എന്നിട്ട് ഞാൻ ആ പ്ലാസ്റ്റിക് സർക്കിളിൻ്റെ അളവിലൊരു കാർഡ്ബോർഡിൽ സർക്കിൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കട്ട് ചെയ്ത സർക്കിൾ ആ റിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഓപ്പണിംഗ് ഭാഗത്ത് വെച്ചിട്ട് സെലോ ടേപ്പ് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ റിങ്ങിൻ്റെ ചുറ്റും ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാസ്റ്റിക് റിങ് മാറ്റിയിട്ട് അതിന് മുകളിൽ പേപ്പർ ഒട്ടിച്ചു കൊടുത്തത്. ഞാൻ ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഫെവിക്കോൾ കൊണ്ടാണ് ഒട്ടിക്കുന്നത്. ഫെവിക്കോള് പ്ലാസ്റ്റിക്കിൽ അങ്ങനെ ഒട്ടി നിൽക്കാത്തതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് പേപ്പറാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് 6-7 ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അതിനെ ഹാഫ് ആക്കിയിട്ടാണ് ഒട്ടിച്ചത്. ഞാനിവിടെ 3-4 ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പം നേരെ നിന്നില്ലാതെ വരും. വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിക്കുന്ന വീഡിയോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഫൈനലി നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ച് കഴിഞ്ഞില്ല. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പേപ്പറും പിന്നെ കാർഡ്ബോർഡ് നേരത്തെ സർക്കിൾ ഇട്ടതിൻ്റെ അതിൻ്റെ ബാക്കി വന്ന കുറച്ച് കാർഡ്ബോർഡ് പീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു പൂവ് ഇറക്കി കൊടുക്കാം. ഞാൻ ആ പൂവിൻ്റെ അടിയിൽ ആ ഒരു സ്റ്റെമ്പിൻ്റെ അറ്റത്ത് ഈർക്കലി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് ഞാൻ ആ ഒരു ഈർക്കലി കാർഡ്ബോർഡിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. ഞാൻ ആ ഒരു പോർഷൻ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.